പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം കൂടെ കടന്നു വരണമെന്നും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുവാനായിട്ട് താങ്കളെ ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം അവരുടെ കൂടെ കടന്നു ചെന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് വിജയിപ്പിച്ചു എന്ന് സാക്ഷ്യം പറയുന്ന നിരവധി വ്യക്തിജീവിതങ്ങളെ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഇന്ന് പകലിലെ ധ്യാനത്തിനായിട്ട് എടുക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 2 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായത്തിലാണ്. ആ മനുഷ്യൻ്റെ പേര് ഹിസ്കിയാവെന്നാണ്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം ഇസ്രയേലിൻ്റെ തന്നെ ഭാഗമായിരുന്ന യഹൂദ ദേശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു, രാജാവായിരുന്നു. ദാവീദിനൊക്കെ ശേഷം 13-ാമത്തെ യഹൂദയുടെ രാജാവായിട്ട് ഹിസ്കിയാവ് അദ്ദേഹത്തിന് സ്ഥാനം ലഭിക്കുകയാണ്. അങ്ങനെ ഒരു രാജകീയ പദവി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ മാത്രം ഇന്നത്തെ പകലിലെ ധ്യാനത്തിനായിട്ട് അതിൽ നിന്ന് അടർത്തിയെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തിലും ആ സ്വഭാവ ഗുണം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ, ആ ഒരു തീരുമാനത്തോടുകൂടെ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. സൂചിപ്പിച്ചതുപോലെ യഹൂദയുടെ 13-ാമത്തെ രാജാവായിരുന്നു ഹിസ്കിയാവ്. അദ്ദേഹം ആ രാജകീയ പദവിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 25 വയസ്സ് മാത്രമായിരുന്നു എന്ന് ആ 18-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിലെ 3 സ്വഭാവ ഗുണങ്ങൾ ഈ അധ്യായത്തിനകത്ത് നിന്ന് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്നാമതായി 2 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം, അവൻ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഒന്നാമതായി ഹിസ്കിയാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയായിരുന്നു അദ്ദേഹം യഹോവയ്ക്ക്, ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നു, ആൻഡ് ഹീ ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ തൻ്റെ കണ്ണിൽ ശരിയെന്ന് തോന്നുന്ന കാര്യമല്ല അദ്ദേഹം ചെയ്തത്, പിന്നെയോ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കി കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ, ഞാൻ ഈ ചെയ്യുവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ ദൈവം കാണുമ്പോൾ, ദൈവത്തിൻ്റെ കണ്ണിനകത്തുകൂടെ കാണുമ്പോൾ, ദൈവത്തിൻ്റെ ലെൻസിനകത്തുകൂടെ കാണുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് ആരാഞ്ഞറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹം മാറ്റി നിർത്തുകയാണ്. മനുഷ്യർ പലതും പറഞ്ഞേക്കാം, തൻ്റെ മന്ത്രിസഭ കൂടിയിരുന്ന പല ആലോചനകളും ഒരുമിച്ച് എടുക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതാണല്ലോ ഒരു കൊട്ടാരത്തിനകത്തും മന്ത്രിസഭയ്ക്കകത്തുമൊക്കെ നടക്കുന്നത്. എന്നാൽ ഹിസ്കിയാവിൻ്റെ സ്വഭാവം ഏതൊരു മാനുഷിക ശബ്ദത്തെക്കാളും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കി, ദൈവത്തിൻ്റെ ലെൻസിലൂടെ നോക്കി ആ കാര്യങ്ങൾ ദൈവത്തിന് പ്രസാദകരമായതാണോ എന്ന് ആരാഞ്ഞറിഞ്ഞ് ശോധന ചെയ്ത് ആ കാര്യം മാത്രം നടപ്പാക്കുവാനായിട്ട് ഹിസ്കിയാവ് എന്നുള്ള രാജാവ് തയ്യാറാകുകയാണ്. തൊട്ടടുത്ത വചനത്തിൽ, 4-ാമത്തെ വചനത്തിൽ അതിനായിട്ട് അദ്ദേഹം എടുക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ചില സ്റ്റെപ്പുകൾ കാണാം. അവൻ പൂജാഗിരികളെ നീക്കി, വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത്, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച്, മോശെ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ഠാൻ എന്ന് പേരായിരുന്നു. നോക്കുക, തനിക്ക് മുമ്പുണ്ടായിരുന്ന 12 രാജാക്കന്മാർ, അവരുടെ ലിസ്റ്റ് നാം എടുത്ത് പരിശോധിച്ചാൽ അവരിൽ പലരും ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. ഇസ്രായേൽ എന്നുള്ളത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ്, ജാതിയാണ്. അവർ ദൈവത്തിനാൽ വിളിക്കപ്പെട്ടവരാണ്, അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. എന്നിരുന്നാലും അവരിൽ തന്നെ പല രാജാക്കന്മാരും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു കളയുകയും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കും ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നേറിയപ്പോൾ യൗവനക്കാരനായിട്ടുള്ള വെറും 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന, യൗവനത്തിൻ്റെ ചോരത്തിളപ്പം എന്നൊക്കെ പറയുന്നത് പോലെ എന്തും ചെയ്യുവാൻ, എടുത്തു ചാടി ചെയ്യുവാൻ ആരോഗ്യവും അതിനുള്ള ഇച്ഛാശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന ആ പ്രായത്തിൽ ഹിസ്കിയാവ് എന്നുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള രാജാവ് ചെയ്തത് ആ ദേശത്തിൽ
അന്നുവരെ കുടികൊണ്ടിരുന്ന എല്ലാ അന്യദേവശക്തികളെ ഉടച്ചു മാറ്റിക്കൊണ്ട് അശേര പ്രതിഷ്ഠകളെയൊക്കെ തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ തൻ്റെ ജീവിതത്തെ അദ്ദേഹം മാറ്റി നിർത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം 5-ാമത്തെ വചനത്തിൽ കാണാം. അവൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. രണ്ടാമത്തെ ഹിസ്കിയാവിൻ്റെ സ്വഭാവ സവിശേഷതയാണ് അവൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൽ മാത്രം അവൻ ആശ്രയിച്ചു. 118-ാം സങ്കീർത്തനം അതിൻ്റെ 8-9 വചനങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാളും യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഈ ജീവിതത്തിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കഴിയുന്ന, നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്ന ഏക വ്യക്തി, ഏക ആശ്രയ സ്ഥലം നമ്മുടെ ദൈവം മാത്രമായിരിക്കണം. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണമായി ഒരു ഡോക്ടറിൽ നാം ആശ്രയിക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും, ആ ഡോക്ടറുടെ അടുക്കൽ പോയാൽ ആ ഡോക്ടറിന് ഒരു കഴിവുണ്ട്, ചികിത്സിച്ച് ഭേദം വരുത്തുവാനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള ഒരു വിശ്വാസവും ആ ഡോക്ടറെ പറ്റിയിട്ടുള്ള വ്യക്തമായൊരു ബോധ്യവും വരുമ്പോൾ മാത്രമാണ് ആ രോഗിക്ക് സൗഖ്യം ലഭിക്കുക എന്നുള്ളതുപോലെ. അതിനേക്കാൾ ഉപരി 118-ാം സങ്കീർത്തനം 8-9 വചനങ്ങളിൽ നാം വായിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഏത് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാളും ഇന്ന് പകലിൽ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവമാകുന്നു. മൂന്നാമത്തെ ഹിസ്കിയാവിൻ്റെ സ്വഭാവം അതിൻ്റെ 6-ാമത്തെ വചനത്തിൽ കാണുന്നു. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. ഇങ്ങനെ ചുരുക്കി പറയട്ടെ, ഹിസ്കിയാവ് യഹോവയോട് പറ്റിച്ചേർന്ന് നടന്നു. ഒരു കൊച്ചുകുഞ്ഞ്, ജനിച്ച ചില ആഴ്ചകൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് എപ്രകാരം ആ അമ്മയുടെ തോളിൽ ചാരിക്കിടക്കുമോ, അല്ലെങ്കിൽ ആ അമ്മയുടെ മാറോട് ചേർന്നിരിക്കുമോ, അതുപോലെ ആയിരിക്കണം ഓരോ ദൈവഭക്തനും യഹോവയോട് കാണിക്കേണ്ട സ്നേഹം, അല്ലെങ്കിൽ ആ യഹോവയായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കാര്യം ഇപ്രകാരം തന്നെ ആയിരിക്കണം. ആ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അല്പം പോലും പിന്മാറാതെ, അല്പം പോലും ദൈവത്തിങ്കിൽ നിന്ന് മാറി സഞ്ചരിക്കാതെ എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു സ്വഭാവത്തിനുടമകളായി നാം മാറ്റപ്പെടണം. 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്നാമതായി ഹിസ്കിയാവ് യഹോവയ്ക്ക് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു. 2, ഹിസ്കിയാവ് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു. 3, യഹോവയോട് ചേർന്നിരുന്നു അവനെ വിട്ട് പിന്മാറാതെ ദൈവത്തോട് കൂടെ തന്നെ ഇരിക്കുവാനായിട്ട് താൻ ശ്രമിച്ചു. ഇന്ന് പകലിൽ ഈ 3 സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. കാരണം അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നയിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു. ഇപ്രകാരം താൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട്, താൻ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യം ചെയ്തതുകൊണ്ട്, താൻ ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിന്നതുകൊണ്ട് ദൈവം എന്താണ് അവന് വേണ്ടി ചെയ്തത്? ദൈവം ഇറങ്ങി അവനോട് കൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ തന്നെ വായിക്കുകയാണ്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി തീർന്നു. എന്ന് പറഞ്ഞാൽ അവൻ ചെന്നിടത്തൊക്കെയും അവനെ ദൈവം വിജയിപ്പിച്ചു. ദൈവം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട് എന്നുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ വിധമായിട്ടുള്ള സൽഗുണങ്ങൾ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇത് അന്വർത്ഥമാക്കുവാൻ, നമ്മുടെ ജീവിതത്തിലും ഇത് വെളിവാക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ഇങ്ങനെ നാം ചെയ്യുമ്പോൾ സർവശക്തനായിട്ടുള്ള ദൈവം, ഈ ഭൂമിയിലെ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായിട്ടുള്ള ദൈവം, സർവശക്തനായിട്ടുള്ള, സർവജ്ഞാനിയായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള ദൈവം നമ്മോട് കൂടെ ഇറങ്ങി വരും. ഒരിടത്തും തല താഴ്ത്തുവാൻ ഇടവരാത്ത വിധത്തിൽ ദൈവം നമ്മെ കൃതാർത്ഥനായി നടത്തുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ജയത്തോടെ ജീവിപ്പാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദകരമായിട്ടുള്ളത് ചെയ്യുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.